അത്യാവശ്യത്തിലധികം നികുതി പിരിക്കുന്നത് നിയമവിധേയമാക്കപ്പെട്ട കവർച്ചയാണ് എന്നഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ 30ാമത്തെ പ്രസിഡന്റായിട്ടുള്ള കാൽവിൻ കൂലിഡ്ജ് ആണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതി ചുമത്തുന്ന ഈ കാലഘട്ടത്തിൽ കാൽവിൻ കൂലിഡ്ജിന്റെ ഈ അഭിപ്രായം പ്രസക്തമാണ്. ഒരു വശത്ത് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക നികുതി ചുമത്തുമ്പോൾ മറുവശത്ത് കേന്ദ്ര സർക്കാർ നികുതി വെട്ടിച്ചുരുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പുതിയ നികുതി പരിഷ്കരണത്തെ കുറിച്ചാണ്. GST 2.0. ഇന്ത്യയിൽ GST സമ്പ്രദായം നിലവിൽ വരുന്നത് 2017 ജൂലൈ മാസം 1 മുതലാണ്. 5%, 12%, 18%, 28% എന്നീ 4 നികുതി സ്ലാബുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നികുതി പരിഷ്കരണത്തിലൂടെ 5%, 18% എന്നീ 2 സ്ലാബുകൾ മാത്രമാവും ഇനി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരു 40% ലക്ഷറി സ്ലാബും ഉണ്ടായിരിക്കും. 5% നികുതി ചുമത്തിയിരുന്ന നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പാല്, പനീര്, ടൂത്ത് പേസ്റ്റ്, സോപ്പ് മുതലായവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള TV, AC മുതലായവ 28% നിന്ന് 18%, 12 മുതൽ 18% GST നിരക്കുണ്ടായിരുന്ന കാർഷിക ഉപകരണങ്ങൾക്ക് 5% GST സ്ലാബ് കുറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സെക്ടറിലേക്ക് വരുമ്പോൾ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് ലഭിക്കുക. 12% നികുതി ഉണ്ടായിരുന്ന 33ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇനി മുതൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റു മരുന്നുകൾക്ക് 12% നിന്നും 5% നികുതി ഇളവ് ചെയ്തിട്ടുണ്ട്. 18% നികുതി ചുമത്തിയിരുന്ന ടേം ഹെൽത്ത് ഇൻഷുറൻസുകളെ ഇനി മുതൽ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാറുകൾക്കും വില കുറയും. 28% GST ഉണ്ടായിരുന്ന കാറുകൾ ഇനി മുതൽ 18% GSTയിലായിരിക്കും ഉൾപ്പെടുക. എന്നാൽ ആഡംബര കാറുകൾ, 350 cc മേലെ വരുന്ന മോട്ടോർ ബൈക്കുകൾ, സിഗരറ്റ്, പാൻ മസാല, കൊക്കക്കോള, പെപ്സി മുതലായ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ എന്നിവയാവും 40% ലക്ഷറി സ്ലാബിൽ ഉൾപ്പെടുക. 2025 സെപ്റ്റംബർ 22 മുതലാകും പുതിയ GST സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വരിക. പുതിയ നികുതി സമ്പ്രദായം ഇന്ത്യൻ വിപണിക്ക് പുത്തൻ ഉണർവേകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.